വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാവുന്നുവെന്ന് എബ്രായലേഖനം 11-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. എബ്രായർ 11:6 വായിക്കുന്നത് ഇങ്ങനെയാണ്: എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. വിശ്വാസവീരന്മാരുടെ നീണ്ട പട്ടിക എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിച്ചെടുക്കണമെങ്കിൽ കുറച്ച് വിശ്വാസം ആവശ്യമാണ്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ചാൽ അതൊരിക്കലും ദൈവത്തിന് ഉത്തരം ലഭിക്കുന്നതിന് കാരണമായി തീരുന്നില്ല. ഒരു സംഭവം വായിച്ചത് ഇങ്ങനെയാണ്: ഒരുപക്ഷെ ഇതൊരു കഥയോ അനുഭവമായിരിക്കും, എങ്കിൽ അതിൽ അടങ്ങിയിരിക്കുന്ന വിശ്വാസത്തിൻ്റെ ലാളിത്യം നമ്മെ ദൈവത്തിൽ ആശ്രയിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. ദരിദ്രയായൊരു വിധവയും അവരുടെ രോഗിയായ സഹോദരിയും 12 വയസ്സുള്ള മകനും ഉൾപ്പെടുന്ന ഒരു കുടുംബത്തെ സംബന്ധിച്ച് ഒരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. വിശന്ന് നിലവിളിക്കുന്ന മകന് ആഹാരം കൊടുക്കുവാൻ വഴി കാണാതെ ആ അമ്മ കരയുകയായിരുന്നു. ഒടുവിൽ മകനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അവർ ഇങ്ങനെ പറഞ്ഞു: നമ്മുടെ അപ്പച്ചൻ സ്വർഗത്തിലുണ്ട്. സ്വർഗത്തിലെ അപ്പച്ചനോട് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് നമ്മുടെ ആവശ്യത്തിന് വേണ്ടതെല്ലാം അപ്പച്ചൻ തരും. അത് കേട്ട് അല്പനേരം ആലോചിച്ച ശേഷം ആ ബാലൻ പുറത്തേക്ക് പോയി. എവിടെ നിന്നോ ഒരു ഇല്ലൻ്റെ സംഘടിപ്പിച്ച് മടങ്ങി വന്നു. അവൻ്റെ ഭാഷയിൽ ഒരു കത്തെഴുതി. അതിന് ചുരുക്കം ഇതായിരുന്നു: സ്വർഗത്തിലെ അപ്പച്ചൻ അറിയുന്നതിന്, എൻ്റെ അമ്മ ദരിദ്രയാണ്, ഞങ്ങൾക്ക് ആഹാരമില്ല. സ്വർഗത്തിലെ അപ്പച്ചൻ ആഹാരം തരുമെന്ന് അമ്മ പറഞ്ഞു. എനിക്ക് വല്ലാതെ വിശക്കുന്നു. എത്രയും പെട്ടെന്ന് ആരുടെയെങ്കിലും കയ്യിൽ വല്ലതും കൊടുത്തുവിടണം. ഇപ്രകാരം എഴുതി ഇല്ലൻ്റിൽ തങ്ങളുടെ വിലാസവും ദൈവത്തിൻ്റെ വിലാസം എന്ന നിലയിൽ സ്വർഗത്തിലെ അപ്പച്ചൻ, സ്വർഗത്തിൽ വീട്, സ്വർഗം പ്രിയോ എന്നെഴുതി പോസ്റ്റ് ചെയ്തു. തികച്ചും ഒരു മണ്ടത്തരമെന്ന് നമുക്ക് തോന്നാം ഈ കത്ത്. എങ്കിലും ആ വിശ്വാസം ബാലിൽ വളർന്നു വന്നപ്പോൾ അവൻ്റെ അറിവനുസരിച്ച് അവൻ ദൈവത്തിൻ്റെ കത്തെഴുതുകയാണ് ചെയ്തത്. പോസ്റ്റ് ഓഫീസിൽ മേൽവിലാസം നോക്കി കത്തുകൾ തിരിക്കുമ്പോൾ ഈ കത്ത് കണ്ട പോസ്റ്റ്മാൻ അത്ഭുതപ്പെട്ടു. 30 വർഷത്തെ ജോലിക്കിടയിൽ ഇങ്ങനെയൊരു മേൽവിലാസം കണ്ടിട്ടില്ല. അയാൾ കത്ത് പോസ്റ്റ് മാസ്റ്ററെ ഏൽപ്പിച്ചു. ദൈവത്തിനായ മനുഷ്യൻ കത്ത് വായിച്ചു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. വേഗം അദ്ദേഹം ഓഫീസിൽ നിന്നും പുറത്തിറങ്ങി അടുത്തുള്ള ഹോട്ടലിൽ നിന്ന് ആഹാരം വാങ്ങി കുറേ പണവും കയ്യിലെടുത്തു. ആ വീടിൻ്റെ മുറ്റത്തെത്തിയപ്പോൾ ക്ഷീണിച്ച് തറയിൽ കിടക്കുന്ന കുട്ടി ഉറക്കത്തിലും സ്വർഗത്തിലെ അപ്പച്ചൻ എന്ന് ഉരുവിടുന്ന ശബ്ദം കേട്ടു. അദ്ദേഹം ബാലനെ ഉണർത്തി. ആഹാരപ്പൊതി കയ്യിൽ കൊടുത്തു. അങ്ങ് ആരാണ്? സ്വർഗത്തിലെ അപ്പച്ചനാണോ? ബാലൻ ചോദിച്ചു. അല്ല, ഞാൻ സ്വർഗത്തിലെ അപ്പച്ചൻ അയച്ചിട്ട് വന്നതാണ്, പോസ്റ്റ് മാസ്റ്റർ മറുപടി പറഞ്ഞു. അവൻ സന്തോഷത്താൽ തുള്ളിച്ചാടി അമ്മയെ വിവരം അറിയിച്ചു. ഈ കൊച്ചുകുട്ടിയുടെ ലളിതമായ വിശ്വാസം അവന് അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും വാതിൽ തുറന്നു കൊടുത്തു. യുക്തിയുടെ കളങ്കം പടരാത്ത നിർമ്മലമായ വിശ്വാസം അതിൽ തന്നെ അത്ഭുതത്തിൻ്റെ ശക്തി പ്രയോഗിപ്പിക്കുന്നതാണ്. അതിൻ്റെ മുമ്പിൽ ഉപനിച്ചിരിക്കാൻ വിശ്വാസത്തിന് നായകനൊട്ടും താമസിക്കുന്നില്ല. പ്രിയരെ, യഥാർത്ഥ വിശ്വാസം എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ പ്രതിസ്നേഹത്തിലുള്ള ശക്തമായ ഉറപ്പും അതിനാൽ ലാളിത്യം നിറഞ്ഞതുമാണ്. അത്തരം വിശ്വാസം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു. വിശ്വാസന ശക്തി ഉൾക്കൊള്ളുവാൻ യഥാർത്ഥമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങളുടെ സ്വർഗീയ പിതാവിനെ സ്നേഹിക്കുക. നിങ്ങളുടെ ആവശ്യങ്ങളിൽ ദൈവം കൂടെയുണ്ട്. ഒരുപക്ഷെ ഇതുപോലെയുള്ളൊരു കത്ത് നിങ്ങൾക്ക് കിട്ടിയെന്ന് വരികയില്ല. ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ ആവശ്യത്തിലിരിക്കുന്നവരുടെ മുഖങ്ങൾ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരും. നാം തക്ക സമയത്ത് പ്രവർത്തിക്കുക. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നമ്മളിലൂടെ നിറവേറ്റുവാൻ ദൈവത്തിന് താല്പര്യമുണ്ട്. നാം ദൈവത്തിനായി സമർപ്പിത ജീവിതം നയിക്കുന്നുവെങ്കിൽ ദൈവശബ്ദം കേട്ട ദൈവത്തിന് വേണ്ടി സാമൂഹിക പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കാൻ ഇടയായിട്ട് തീരും.